ഈ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് മുട്ടുവേദനയായി പോയല്ലോ എന്ന് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ കാലത്ത് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കാൽമുട്ടുവേദന. പക്ഷെ അത് ചെറുപ്പക്കാരിൽ വരുമ്പോഴാണ് നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മുട്ടുവേദന ചെറുപ്പക്കാരിൽ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായ ഒരു കാരണം പോഷകാഹാരക്കുറവാണ്. നമുക്ക് പോഷകാഹാരക്കുറവോ എന്ന് ചിന്തിച്ചിട്ടില്ലേ? കാരണം നമ്മൾ 80% പേരും കണക്കിൽ പ്രകാരം കൂടുതൽ വണ്ണമുള്ളവരാണ്. എന്നിട്ടും നമുക്ക് എങ്ങനെ പോഷകാഹാരക്കുറവ് വരുന്നു? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധത്തിലാവില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള അളവിലായിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് പ്രധാനമായും വണ്ണം കൂട്ടുന്ന തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും. എന്നാൽ ബോണിന്റെയും മസിലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടത് ഇതാണോ? പോഷകങ്ങളിൽ പ്രധാനമായും വിറ്റമിൻ ഡി, വിറ്റമിൻ B12, കാൽസ്യം തുടങ്ങിയവയാണ് എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമായും വേണ്ടത്. ഇവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ആഹാരത്തിൽ പതിവായി കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കും കഴിക്കേണ്ടത്? പ്രധാനമായും omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് മത്തി, അയല, സാൽമൺ പോലെയുള്ള മീനുകൾ. അതല്ല വെജിറ്റേറിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഭക്ഷണത്തിൽ കൂടുതലായി. omega-3 ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി ഓക്സിഡന്റുമായിട്ടുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ അതിൽ അടങ്ങിയിട്ട്, കൂടാതെ ആന്റി ഓക്സിഡന്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പ്രത്യേകിച്ച് കളറുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത്. കാൽസ്യവും വിറ്റാമിൻ ഡി നമുക്ക് പ്രധാനമായും വെയിലിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു കേരളത്തിലെ കാലാവസ്ഥ വെച്ച് വെയിൽ കൊണ്ട് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുക എന്നത് അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വിറ്റാമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാം. പിന്നെ കാൽസ്യം സോഴ്സ് ആയിട്ട് നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ്, പാലുൽപ്പന്നങ്ങളും നമുക്ക് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മസിലിന്റെ ആരോഗ്യത്തിനായിട്ട് ലീൻ പ്രോട്ടീൻസ്, അതായത് ഒരുപാട് കൊഴുപ്പ് കൂടെ വരാത്ത തരം പ്രോട്ടീൻ സ്ട്രക്ചർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിക്കൻ, ഫിഷ് പോലെയുള്ള ലീൻ പ്രോട്ടീൻസ് നമുക്ക് ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്താവുന്നതാണ്. ധാന്യങ്ങളിലാണെങ്കിൽ കൂടുതലും ഉൾപ്പെടുത്തേണ്ടത് ഫൈബർ ഒരുപാട് അടങ്ങിയ ഓട്സ്, നമ്മുടെ ബ്രൗൺ റൈസ്, തവിട് കളയാത്ത ബ്രൗൺ റൈസുമാണ് കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ ശീലിക്കുക. പിന്നെ നമ്മൾ ആയുർവേദ പ്രകാരം മഞ്ഞൾ, ഇഞ്ചി പോലെയുള്ള സ്പൈസസും നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. മഞ്ഞളിനും ഇഞ്ചിക്കും ആന്റി ഇൻഫ്ലമേറ്ററി, നീർക്കെട്ട് ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് നമ്മുടെ ഈ മുട്ടുവേദനയിലും പേശികൾക്കുള്ള നീർക്കെട്ടിലുമൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ ചെറുപ്പത്തിൽ വരുന്ന മുട്ടുവേദന നിങ്ങൾക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താവുന്നതാണ്.